സർവമംഗല ഫലം നമുക്ക് ദേവി സർവമംഗലെ അനുഗ്രഹിക്കണമെന്നുള്ള സങ്കല്പത്തിൽ ആദിത്യാദി നവഗ്രഹ ദേവതാ സഹിത മഹാകാലി, മഹാലക്ഷ്മി, മഹാസരസ്വതി മന്ദിരത്തിൽ ചണ്ഡികാ ദുർഗാ പരമേശ്വരിയെ സ്ഥാപന ചെയ്തിട്ടുണ്ട്. ಬ್ರಹ್ಮದೇವರ ಆದೇಶವನ್ನು ನವಗ್ರಹ ದೇವತೆಗಳಿಗೆ ಪೂಜಿತ ಪೂಜಯಿಷ್ಟ നിങ്ങൾ ആര് പൂജിക്കുമ്പോൾ ആരാധന ചെയ്യുമ്പോൾ അവർക്ക് നിങ്ങൾ അനുഗ്രഹിക്കണം. ഗ്രഹചാരവശാൽ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ ബാധ്യതകളും നിവർത്തിക്കാൻ നവഗ്രഹ ദേവതകളെ സ്ഥാപന ചെയ്തിട്ടുണ്ട്. ഒരുവർ നവഗ്രഹ ദേവതകൾ ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ ഭൂമിയിൽ അതുപോലെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അങ്ങനെ മുകളിലുള്ള വൃത്താകാരത്തിൽ സ്ഥാപന ചെയ്ത സൂര്യഭഗവാൻ ഭാഗ്യാധിപതിയാണ്. സകല ജീവരാശികൾക്കും സൂര്യന് ആത്മസ്വരൂപമാണ്. അവന് ദിവാകര എന്ന് പറയുന്നത് ദിവസത്തിൽ ഞങ്ങളുടെ പകലിൽ ഇടീ വിശ്വം മുഴുവൻ അവന് ഒരു ദർശകനാണ്. നമ്മൾ എന്താ ചെയ്യോ എന്താ വിടുമോ എല്ലാം ഒരു ലോകത്തിന്റെ ചക്ഷുഭൂമി എന്നാൽ കണ്ണുകളാണ് സൂര്യചന്ദ്രൻ. അങ്ങനെ ആ വിഷയത്തില് ആദിത്യൻ സ്ഥാപന ചെയ്തിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡില് ത്രികോണാകാരത്തില് ചുവപ്പ് കളറില് കാന്തിപ്രദായകമായി ഭൂലാഭം യശോലാഭം കൊടുക്കുന്ന ഒരു ഗ്രഹ മംഗളഗ്രഹ. രണ്ടാമത്തെ ആരാധന മംഗളഗ്രഹത്തിനാണ്. പിന്നെ മൂന്നാമത്തെ ദൃഷ്ടിപ്രദായകമായിട്ടുള്ള ശുക്രദേവതാണ്. ശുക്രന് അവിടെ പഞ്ചകോണാകാരത്തില് സ്റ്റാറിന്റെ ചിഹ്നയിൽ വെളുത്ത കളറിൽ സ്ഥാപന ചെയ്തിട്ടുണ്ട്. ശുക്ര അനുഗ്രഹ ജീവിതത്തിൽ ശുക്ര അനുഗ്രഹം വന്നാൽ ജീവിതത്തിൽ മംഗളകാര്യങ്ങൾ പ്രാപ്തിയാവും. പിന്നെ സാമ്പത്തികമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും നിവൃത്തിയാവും. അങ്ങനെ എന്തെങ്കിലും നമ്മൾ ബിസിനസ് തുടങ്ങുമ്പോൾ ഏത് നമുക്ക് മോശമില്ലാത്ത പ്രോഡക്റ്റുകൾ നമുക്ക് പ്രാപ്തിയാകും. അല്ലെങ്കിൽ കൃഷി ചെയ്യുമ്പോൾ നല്ല ധാന്യങ്ങൾ നമുക്ക് കിട്ടും. അങ്ങനത്തെയുള്ള അനുഗ്രഹം ചെയ്യുന്ന ഗ്രഹം ശുക്രനാണ്. ഈ സൈഡിൽ ചതുരസ്രാകാരം എന്നാണ് സ്പാരിൽ വെളുപ്പ് കളറിൽ സ്ഥാപന ചെയ്യുന്നത് ചന്ദ്രനാണ്. ചന്ദ്രന് ജലാധിപതിയാണ്. നല്ല മഴ വരുന്നത്, നല്ല കൃഷി ഉത്പത്തിൽ നമുക്ക് ഗ്രോത്ത് ഉണ്ടാകുന്നത് നല്ല ആ ചന്ദ്രന അനുഗ്രഹത്തിലാണ്. ഈ സൈഡിലുള്ളത് ബുധനാണ്. ആരോ മാർക്കിൽ പിന്നെ മഞ്ഞൾ കളറിൽ സ്ഥാപന ചെയ്തത് ബുധനാണ്. ബുധഗ്രഹ നമുക്ക് വിവേകശക്തി, ധാരണാശക്തി കൊടുക്കുന്ന ഗ്രഹമാണ്. നമ്മൾ ഏതെങ്കിലും വ്യവഹാരം ഉദ്യോഗം തുടങ്ങുമ്പോൾ നമുക്ക് നല്ല തീക്ഷ്ണമായിട്ടുള്ള ബുദ്ധിശക്തി കൊടുക്കുന്ന ഗ്രഹ ബുധനാണ്. പിന്നെ താഴെ ദീർഘചതുരസ്രാകാരം സ്പാരിൽ മഞ്ഞൾ കളറിൽ സ്ഥാപന ചെയ്തത് ബൃഹസ്പതി എന്നാൽ ഗുരുഗ്രഹമാണ്. ഗുരു എന്നാൽ എല്ലാ അനുഗ്രഹങ്ങളായിരിക്കണം ബൃഹസ്പതി. പിന്നെ ഇങ്ങനത്തെ യജ്ഞത്തിൽ നമ്മളെ കയ്യിലുള്ള സമ്പത്തിന് വിനിയോഗം എന്നാൽ യജ്ഞയാഗങ്ങൾ ചെയ്യാൻ നമ്മുടെ കയ്യിലുള്ള സമ്പത്തിന് വിനിയോഗം ചെയ്യുന്നുള്ള മനസ്സ് കൊടുക്കുന്ന ഗ്രഹം ബൃഹസ്പതിയാണ്. ഇവിടെ താഴെയുള്ളത് ധനുസിന്റെ നീലവർണ്ണത്തിലുള്ളത് ശൗര്യപ്രദായകനും പിന്നെ ആയുർക്കാരനാണ്. നമുക്ക് ദീർഘ ആയുഷ്യം പിന്നെ ശൗര്യം ധൈര്യം കൊടുക്കുന്ന ഗ്രഹ ശനൈശ്വരനാണ്. ഈ സൈഡിൽ ശൂർഭാകാരം എന്നാൽ ബൗലിന്റെ ആകാരത്തിൽ ഉള്ളത് രാഹുഗ്രഹമാണ്. നമ്മുടെ എല്ലാ ക്ഷേത്രത്തിന് രക്ഷകനാണ് രാഹു. അങ്ങനെ രാഹു രക്ഷകനായിട്ട് ഇവിടെ ധ്വജത്തിന്റെ ആകാരം, ഒരു ധ്വജപടത്തിന്റെ ആകാരം കർമ്മകാലയിലുള്ളത് കേതുഗ്രഹം. കേതു നമുക്ക് ആശ്രയം കൊടുക്കുന്ന ഗ്രഹമാണ്. അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ വിധമായിട്ടുള്ള ദോഷങ്ങൾ നിവൃത്തി ചെയ്ത് അനുഗ്രഹപ്രദായകരാണ് നവഗ്രഹ ദേവതകൾ. നമസ്സൂര്യായ ചന്ദ്രായ മംഗളായ ബുധായ ഗുരുശുക്രശനിഭ്യശ്ച രാഹവേ കേതവേ നമഃ. ആദിത്യാദി നവഗ്രഹ ദേവതാ സഹിത മഹാകാലി, മഹാലക്ഷ്മി, മഹാസരസ്വതി ചണ്ഡികാ ദുർഗാ പരമേശ്വരിയാണ്. ശാസ്ത്രത്തിലെ യജ്ഞയാഗങ്ങൾ എവിടെ ചെയ്യണം
സ്വഗ്രഹത്തിൽ നമ്മുടെ സ്വന്തം വീട്ടിൽ യാഗങ്ങൾ ചെയ്യാൻ വളരെ ശ്രേഷ്ഠമാണ്. ഇല്ലെങ്കിൽ സ്ഥിരമന്ദിരത്തിൽ ഇങ്ങനത്തെ പോലെ വിശിഷ്ടമായിട്ടുള്ള ദേവതാ സാന്നിധ്യത്തിൽ യജ്ഞങ്ങൾ ചെയ്താൽ വിശേഷമായിട്ടുള്ള ഭാഗം. പിന്നെ പുണ്യനദി തടത്തിൽ പുണ്യനദി തീർത്ഥനദിയാണ്. ആ നദിയെ തടത്തിൽ ചെയ്ത യജ്ഞയാഗത്തിന് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഭാഗം. പിന്നെ പുണ്യാശ്രമം എന്നാണ് ഋഷിമുനികളെല്ലാം തപസ് ചെയ്ത പുണ്യക്ഷേത്രമായിട്ടുള്ള ആ ഭൂമി മണ്ണിൽ ചെയ്ത യാഗം, അതെല്ലാം വിശിഷ്ട ഫലം അനുഗ്രഹപ്രദമായിട്ട് നമുക്ക് പ്രാപ്തിയാവുന്നുണ്ട്. ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. ദേവി ഭഗവതി മഹാക്ഷേത്രത്തിന്റെ മുന്നിൽ നടക്കുന്ന ഈ ദിവ്യ നവചക്രിയാഗത്തിൽ ഈ ക്ഷേത്രവാസികളായിട്ടുള്ള എല്ലാവർക്കും ആദിത്യാദി നവഗ്രഹ ദേവതാ സഹിത കാളി, ലക്ഷ്മി, സരസ്വതി, കരുണാത്മിക, ചണ്ഡിക, പരമേശ്വരി എല്ലാവിധമായിട്ടുള്ള സർവൈശ്വര്യങ്ങളുടെ ദേവിയെ അനുഗ്രഹിക്കണം. ദേവിയെ പൂർണ്ണ അനുഗ്രഹ പ്രസാദം എല്ലാവർക്കും ഉണ്ടാവണം. ക്ഷേത്ര ഉത്തരോത്തരമായിട്ടുള്ള അഭിവൃദ്ധിയുണ്ടായിട്ട് നമുക്ക് എല്ലാവർക്കും ഭഗവതിയെ പൂർണ്ണ അനുഗ്രഹം പ്രാപ്തിയാവാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിച്ചോളി. കലശസ്ഥാപനയെല്ലാം ആയിട്ടുണ്ട്. ഇതുവരെ ഞാൻ ഇതെല്ലാം എന്തിനു പറഞ്ഞതെന്നാൽ ഇവിടെ ഒരു വിധിയുണ്ടാകും. കർണാടകത്തിൽ വേറെ വിധികളുണ്ട്. ചണ്ഡികാഹോമ ഉള്ള വിധിയാണ് അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത്. നമ്മളിവിടെ വന്നിട്ട് എന്താ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നു. അതിനെ